സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില സംഘടനകൾ അവരെ തെറ്റായ ദിശയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനാണ് ഞങ്ങൾ ഇതുപോലുള്ള പ്രതിരോധ സംഗമം സംഘടിപ്പിക്കുന്നത് എന്ന് ആദ്യമേ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. 2 മിഷൻ ആശുപത്രികളെ കേന്ദ്രീകരിച്ച് ഈ സമരം നടക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് 1951 ഡിസംബർ മാസത്തിൽ ആരംഭിച്ച ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജും ഈ കേരളത്തിൽ റീജിയണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നതിനേക്കാൾ മുൻപ് ക്യാൻസർ ചികിത്സാ രംഗത്ത് ഒരു വളരെ പ്രതീക്ഷയോടെ കടന്നു വന്ന അമല മെഡിക്കൽ കോളേജിലുമാണ് സമരം നടക്കുന്നത്. ഈ 2 സ്ഥാപനങ്ങളുടെയും പ്രത്യേകത നമുക്കറിയാം. അവ മിഷൻ ആശുപത്രികളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും വിദഗ്ധമായ ചികിത്സ ഉറപ്പുവരുത്തുന്ന ഈ 2 സ്ഥാപനങ്ങൾ തൃശൂർ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അഭിമാന സ്തംഭങ്ങളാണ് എന്ന് പറയുന്നതിൽ എനിക്കേറെ അഭിമാനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് കഴിഞ്ഞ ദിവസം നടന്ന സർവേയിൽ അത് സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ രംഗത്ത് ഇന്ത്യയിൽ 8ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ കോളേജുകളുടെ സ്ഥാനത്ത് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്ഥാപനം അത് ജൂബിലിയാണ് എന്നത് ആരും മറക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആതുര ശുശ്രൂഷ രംഗത്തെ സേവനം എന്ന് പറയുന്നത് അത് ദൈവാരാധനയാണ് എന്ന് നമുക്കറിയാം. ഈ ചെറിയ സഹോദരന്മാർക്ക് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴൊക്കെ അത് എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് പറയുന്ന യേശുക്രിസ്തുവിന്റെ വചനങ്ങളാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചുറ്റുപാടും കാണുന്ന ആളുകളിൽ ക്രിസ്തുവിന്റെ പ്രതിരൂപം ദർശിക്കാൻ ചുറ്റുമുള്ള ആളുകളിൽ അത് ക്രൈസ്തവനിലല്ല, അത് ക്രൈസ്തവനിൽ മാത്രമല്ല, അത് ജാതി മതഭേദമന്യേ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ആളുകളിൽ അവൻ ക്രൈസ്തവന്റെ പ്രതിരൂപത്തെ ദർശിക്കുന്ന ഒരു ചിന്താധാരയാണ് ക്രൈസ്തവരുടെ പ്രവർത്തന മേഖല നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ദൈവാരാധന തന്നെയാണ് ഈ ആതുര ശുശ്രൂഷ എന്ന് വിശ്വസിക്കുന്ന സഭയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സ്ഥാപനങ്ങളിൽ ഉയർത്തുന്ന വെല്ലുവിളികൾ ഏറെ ആശങ്കകൾ ഉണർത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് തൃശൂർ അതിരൂപതയിലെ വിശ്വാസ സമൂഹം ഈ ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആദ്യമേ ഇവർ പറഞ്ഞ കാരണം ഇത് വേതന വർധനവിന് വേണ്ടിയുള്ള സമരമാണ്. അപ്പോഴാണ് നാം മനസ്സിലാക്കുന്നത് 32,718 രൂപ ഒരു വർഷം പ്രവൃത്തി പരിചയമുള്ള നഴ്സിന് കൊടുക്കുന്ന കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. പ്രിയപ്പെട്ടവരെ, പബ്ലിക് സർവീസ് കമ്മീഷനിൽ ആയിരക്കണക്കിന് പേർ മത്സര പരീക്ഷ എഴുതി അതിലൂടെ കടന്നു വരുന്ന ഒരു LD ക്ലർക്കിന് സ്ഥിര നിയമനം നൽകുമ്പോൾ അടിസ്ഥാന ശമ്പളം 26,500 രൂപയാണ്. ബിരുദവും ബിരുദാനന്തര ബിരുദവും അധ്യാപക യോഗ്യതയും നേടിയ ഒരു അധ്യാപകന് നൽകുന്നത് 36,500 രൂപയാണ്. NHM ദേശീയ ആരോഗ്യ മിഷൻ അവരുടെ നഴ്സുമാർക്ക് സർക്കാർ ആശുപത്രികളിൽ നൽകുന്നത് 20,500 രൂപയാണ്. എന്തിനേറെ പറയുന്നു, ലക്ഷക്കണക്കിന് പേർ പരീക്ഷ എഴുതുന്ന നീറ്റ് പരീക്ഷയിൽ ഒന്നാമതെത്തുന്ന MBBS-കാരന് നാഷണൽ ഹെൽത്ത് മിഷൻ നൽകുന്നത് 50,000 രൂപയാണ്. MBBS-കാരനെ ഓർക്കണം. അപ്പോഴാണ് നമ്മുടെ സഹോദരങ്ങൾ 40,000 രൂപ അടിസ്ഥാന ശമ്പളവും അലവൻസ് ഉൾപ്പെടെ 62,000 രൂപ ആവശ്യപ്പെടുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരവരുടെ ലക്ഷ്യം മാറ്റുന്നു. എന്താണ് പറഞ്ഞത്? 40,000 രൂപയല്ല, ഇടക്കാല ആശ്വാസം വേണമെന്ന രീതിയിലേക്ക് മാറുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ തരണമെന്ന രീതിയിലേക്ക് മാറുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകാത്തത് ഈ സമരത്തിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 2023 ഒക്ടോബർ മുതൽ 2026 മാർച്ച് വരെയുള്ള 2.5 വർഷക്കാലം അത് കേരളത്തിൽ വിദേശ കുത്തകകൾ നിക്ഷേപിച്ചിരിക്കുന്നത് 6,462 കോടിയാണ്. ഈ സമീപകാലത്തെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപം ആരോഗ്യരംഗത്ത് വരുമ്പോൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ആയി മാറുകയാണ് ആരോഗ്യരംഗം. അങ്ങനെ 6,462 കോടി രൂപ നിക്ഷേപിച്ചവനെ അതിന്റെ മുതൽ മുടക്കിന്റെ ഇരട്ടി പിടിച്ചു വാങ്ങണമെങ്കിൽ ബഹുരാഷ്ട്ര കുത്തകകളെയും ബഹുരാഷ്ട്ര ഭീമന്മാരെയും അത് തൃശ്ശൂരിന്റെ മണ്ണിലേക്കും കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് അവർക്കറിയാം. അതിനുവേണ്ടി അവരിൽ നിന്ന് അച്ചാരം വാങ്ങിയ ചില നഴ്സിംഗ് സംഘടനകളുടെ നേതാക്കളാണ് അത്തരം കോർപ്പറേറ്റ് ഭീമന്മാർക്ക് വേണ്ടി
ചുവപ്പ് പരവതാനി വിരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ യാഥാർത്ഥ്യം. പലരും എന്നോട് പറഞ്ഞു, ഇതൊരു തൊഴിൽ സമരമല്ലേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ വിശ്വാസ സമൂഹത്തെ ഇവിടേക്ക് ക്ഷണിക്കുന്നത്? എനിക്ക് പറയാനുള്ളത്, ഞങ്ങളും കണ്ടത് ഇതിനെ ഒരു തൊഴിൽ സമരമായിട്ടാണ്. പക്ഷേ മാർച്ച് 28-ാം തീയതി ഈ സമരം ആരംഭിച്ച് 2 ആഴ്ച കഴിയുന്നതിന് മുമ്പ് ഏപ്രിൽ മാസം 11-ാം തീയതി തൃശൂർ അതിരൂപതയിലേക്ക് മാർച്ച് നടത്തി. അതിനുശേഷം ജൂലൈ മാസം 28-ാം തീയതി തൃശൂർ അരമനയിലേക്ക് മാർച്ച് നടത്തി. നിങ്ങളൊന്ന് ഓർക്കണം, ഈ തൃശൂർ അതിരൂപതയുടെ ഏതാണ്ട് 5 ലക്ഷത്തിലേറെ വരുന്ന വിശ്വാസ സമൂഹത്തിന്റെ ആ ആത്മീയ കേന്ദ്രം 9 മണിക്കൂർ രാത്രി ഉപരോധം നടത്തി അതിനെ ബന്ദിയാക്കി പ്രഖ്യാപിച്ചവരോട് ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാനാവില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരു തൊഴിൽ സമരം എന്ന് പറയുന്നത് ആ തൊഴിൽ മേഖലയുടെ അടുത്ത് നടക്കാറുള്ളത് നാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു ആത്മീയ കേന്ദ്രത്തിലേക്ക് എന്തിനു നടത്തുന്നു? നമ്മുടെ കേരളത്തിൽ ഒട്ടേറെ ആത്മീയ സ്ഥാപനങ്ങൾ നടത്തുന്ന ആശുപത്രികളുണ്ട്. നമുക്കറിയാം, ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. അത്തരം സ്ഥാപനങ്ങൾ നടത്തുന്ന ആത്മീയ കേന്ദ്രങ്ങളിലേക്ക്, മറ്റു ഏതെങ്കിലും മതവിശ്വാസങ്ങളുടെ ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്താൻ UNAക്ക് ധൈര്യമുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അപ്പോ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതിൽ ചില അജണ്ടകളുണ്ട്. അതുകൊണ്ടാണ് ഏപ്രിൽ മാസം 11-ാം തീയതി നടത്തിയ ധർണ, അത് ജൂബിലിയിൽ നിന്നും ഉദ്ഘാടനം ചെയ്തത് സഭ അച്ചടക്ക നടപടിയെടുത്ത ഒരു വൈദികനായിരുന്നു. അത് അതിരൂപത അധ്യക്ഷന്റെ പടിക്കലെത്തിയപ്പോൾ അച്ചടക്ക നടപടിയെടുത്ത താമരശ്ശേരി രൂപതയിലെ വൈദികരാണ് അത് ഉദ്ഘാടനം ചെയ്തത്. പ്രിയപ്പെട്ടവരെ, അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇത് കേവലം ഒരു തൊഴിൽ സമരം എന്നതിനേക്കാൾ നമുക്കറിയാവുന്നത് പോലെ KM ഫ്രാൻസിസ് സാറ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പോലെ ചില സൈബർ ഗുണ്ടകളുടെ സഹായത്തോടെ, നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ ചില വിമത ഗുണ്ടകളുടെ സഹായത്തോടെ സഭാവിരുദ്ധ ശക്തികളുമായി കൈകോർത്തുകൊണ്ട് തൃശൂർ അതിരൂപതയെയും അതിരൂപതാധ്യക്ഷനെയും വെല്ലുവിളിക്കാൻ ശ്രമിച്ചാൽ അത്തരം ശ്രമങ്ങളെ ഈ അതിരൂപതയ്ക്ക് നോക്കി നിൽക്കാനാവില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്ന 750-ലേറെ ബഹുമാനപ്പെട്ട നഴ്സുമാർ ജൂബിലിയിൽ ജോലി ചെയ്യുന്നുണ്ട്. കേവലം 350 പേർക്ക് മാത്രമാണ് ഇനിയും വെളിച്ചം തിരിച്ചറിയാത്തവർ. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടത്, ബഹുഭൂരിപക്ഷം നഴ്സുമാരും അവിടെ പ്രവർത്തിക്കുകയും കഴിഞ്ഞ ദിവസം 2700 പേർ OP വിഭാഗത്തിൽ കടന്നു വരികയും ചെയ്തു. നമ്മുടെ OP ടിക്കറ്റ് 100 രൂപയാണ് 14 ദിവസത്തേക്ക് എന്നോർക്കണം. 200 രൂപയാണ് സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിൽ 14 ദിവസത്തേക്ക്. ഇത്രയും ചുരുങ്ങിയ നിലയ്ക്ക് ഈ ആതുര ശുശ്രൂഷ രംഗത്തെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളാണ് ഇവർ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. 1-2 കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നാം കഴിഞ്ഞ ദിവസം കണ്ടു, കത്തോലിക്ക സഭയെ വേദപാഠം പഠിപ്പിക്കാൻ ചില UNA നേതാക്കൾ കടന്നു വന്നിരിക്കുന്നു. ഫേസ്ബുക്കിൽ നവമാധ്യമങ്ങളിലോടും അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ സഹോദരിമാരുടെ, നഴ്സിംഗ് സഹോദരിമാരിൽ നിന്നും മാസം തോറും പിരിവെടുത്ത് സാമ്പത്തിക ക്രമക്കേട് നടത്തി ED അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടവർ, അവർ കത്തോലിക്ക സഭയെയും തൃശൂർ അതിരൂപതയെയും വേദപാഠം പഠിപ്പിക്കാൻ വരല്ലേ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്നലെ കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനത്തിന്റെ ഒരു പ്രകടനം നടന്നപ്പോൾ ആ പ്രകടനത്തിലെ ചാഞ്ഞും ചെരിഞ്ഞും ചിത്രങ്ങൾ എടുത്ത് ആളുകളില്ല എന്ന് നിലവിളിച്ചവർ, അവരോട് ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് സഭയുടെ ചരിത്രം അറിയില്ല. അത് മതമർദ്ദനത്തിന്റെ നാളുകളിൽ രക്തസാക്ഷികളുടെ ചുടുദിനങ്ങളിൽ വളർന്ന സഭയാണിത്. ആധുനിക കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, 1945 തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാനായിരുന്ന സർ CP-ക്കെതിരെ വിദ്യാഭ്യാസ പ്രക്ഷോഭം നയിച്ചത് ജെയിംസ് കാളാശ്ശേരി പിതാവാണ്. 57 വിദ്യാഭ്യാസ പ്രക്ഷോഭത്തിന്റെ പേരിൽ ഒരു സർക്കാർ തകർന്നു വീണത് അത് കേരളത്തിലാണ്. 1972 അഭിമന്യ മാർ ജോസഫ് കുണ്ടുകുളം പിതാവ് പടനയിച്ച കോളേജ് സമരം അത് തൃശൂരിന്റെ മണ്ണിലാണ് ആരംഭിച്ചത്. 1986 പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ 6-ാം തിരുവിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ആഞ്ഞടിച്ചത് ഈ സാംസ്കാരിക നഗരത്തിൽ നിന്നാണ്. 2006 സ്വാശ്രയ സമരത്തിനെതിരെ, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടന്നത് ഈ സാംസ്കാരിക നഗരത്തിൽ നിന്നാണ്. ഒരുപക്ഷെ അവർക്ക് ചരിത്രം അറിയുന്നുണ്ടാവില്ല. ഇന്നലത്തെ മുളച്ച ചില തകരകൾക്ക് കത്തോലിക്ക സഭയുടെയും തൃശൂർ അതിരൂപതയുടെയും ചരിത്രം അറിയുന്നുണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരക്കാരോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഒരു തൊഴിൽ സമരത്തെ ഞങ്ങളൊക്കെ അംഗീകരിക്കുന്നു. പക്ഷേ അതിന്റെ പേരിൽ തൃശൂർ അതിരൂപതയെയും
തൃശൂർ അതിരൂപതയുടെ അധ്യക്ഷനെയും ഭീഷണി കാട്ടിയും അധിക്ഷേപിച്ചും അങ്ങനെ ഉമ്മാക്കി കാണിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് തൃശൂർ അതിരൂപതയിലെ 5 ലക്ഷം വരുന്ന വിശ്വാസികൾക്ക് പറയാനുള്ളത്.